നമസ്കാരം. GMCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 മഴക്കാലം എല്ലാ മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. കോരിച്ചൊരിഞ്ഞ മഴയിൽ പാടത്തും റോഡിലും ഒക്കെ വെള്ളം കയറിയപ്പോൾ എല്ലാവർക്കും അതൊരു ആവേശമായി തോന്നി. എങ്കിലും മഴ നിൽക്കാതെ വന്നതും വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ആവേശം പിന്നീട് പരിഭ്രാന്തിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കണക്കാക്കാൻ പറ്റാത്തത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ഒരു വെള്ളപ്പൊക്കമായിരുന്നു 2018 എന്നാൽ കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷം 2024 നമ്മളെ കാത്തിരിക്കുന്നത് 2018 വളരെ വലിയ ഒരു വെള്ളപ്പൊക്ക സാധ്യതയാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പഠനങ്ങളും ഗവേഷകരും പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ലാനിന എന്ന പ്രതിഭാസം. ലാനിന എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി സാധാരണയായി നമുക്ക് എങ്ങനെയാണ് മഴ ലഭിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് സമുദ്രത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. പസഫിക് സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ്. അതുപോലെ തന്നെ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയാണ്. സ്വാഭാവികമായും കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കാറ്റുണ്ടാകാറുണ്ട്. ഇതിനെ ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഈ കാറ്റ് കിഴക്ക് നിന്നും പടിഞ്ഞാറിലേക്കാണ് വീശുന്നത്. ഈ കാറ്റ് വീശുന്ന കൂടെ തന്നെ സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള ചൂട് ജലവും ഈ കാറ്റിനോടൊപ്പം തന്നെ സഞ്ചരിക്കും. അതായത് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഭാഗത്ത് നിന്നും സമുദ്രത്തിലുള്ള ജലം ഏഷ്യയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഈ ട്രേഡ് വിൻഡ്സിലൂടെ. അങ്ങനെ ചൂടുള്ള സമുദ്രജലം കൂടുതലായി ഏഷ്യയുടെ ഭാഗത്ത് വരുന്നത് അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നീരാവിയായി ബാഷ്പീകരണം ഉണ്ടാകുകയും അത് കണ്ടൻസേഷനായി മഴയായി പെയ്തിറങ്ങുകയുമാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ലാനിന എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ട്രേഡ് വിൻഡ്സിന് വളരെയധികം ശക്തി പ്രാപിക്കുന്നതിനെയാണ് ലാനിന എന്ന് പറയുന്നത്. അതായത് നോർമലി ട്രേഡ് വിൻഡ്സ് ഉണ്ടാകുന്നതിനേക്കാൾ വളരെ ശക്തിയിലായിരിക്കും ഈ ട്രേഡ് വിൻഡ്സ് ഉണ്ടാകുന്നത്. ഈ ട്രേഡ് വിൻഡ്സിന്റെ ശക്തി കൂടുന്നതോടുകൂടി തന്നെ ചൂട് ജലം ഏഷ്യയുടെ ഭാഗത്തേക്ക്, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കാണ് ലാനിന വീശുന്നത്. അതിന്റെ ശക്തി കൂടുന്നതോടുകൂടി ഏഷ്യയുടെ ഭാഗത്തേക്ക് എത്തുന്ന ചൂട് ജലത്തിന്റെ അളവും വളരെയധികം വർദ്ധിക്കുകയും അത് കൂടുതൽ ബാഷ്പീകരണത്തിനും വളരെ ശക്തമായ മഴയ്ക്കും കാരണമാകുകയും ചെയ്യും. ഈ ലാനിനയോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു വാക്കുകൂടെ കേട്ടിട്ടുണ്ടാവും, എൽ നിനോ. ഈ എൽ നിനോ എന്ന് പറയുന്നത് ലാനിനയുടെ നേരെ വിപരീതം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ട്രേഡ് വിൻഡുകൾക്ക് ശക്തി കൂടുന്നതാണ് ലാനിനയെങ്കിൽ ആ ട്രേഡ് വിൻഡുകളുടെ ശക്തി വളരെയധികം കുറഞ്ഞു പോകുന്നു. അതായത് കാറ്റേ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയ്ക്കാണ് എൽ നിനോ എന്ന് പറയുന്നത്. എൽ നിനോ പ്രതിഭാസമായിരുന്നു നമുക്ക് ഈയിടെ ഉണ്ടായിരുന്നത്. അതായത് ഒട്ടും ചൂടുള്ള ജലം നമ്മുടെ ഏഷ്യ ഭാഗത്തേക്ക് എത്താതിരിക്കുകയും അതിന്റെ ഫലമായിട്ട് കടുത്ത വരൾച്ചയും ചൂടുമായിരുന്നു നമുക്ക് ഇത്രയും കാലം അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇനി ലാനിന എന്ന പ്രതിഭാസം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതായത് വളരെ ശക്തമായ കാറ്റും വളരെ ശക്തമായ മഴയിലേക്കുമാണ് നമ്മളെ അത് നയിക്കാൻ പോകുന്നത്. പ്രളയത്തിനുള്ള രണ്ടാമത്തെ കാരണമായി പറയുന്നത് ഇന്ത്യൻ ഓഷനിലെയും നമ്മുടെ അന്തരീക്ഷത്തിലെയും ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ ഓഷനിൽ സാധാരണയായി 26-28 ഡിഗ്രി വരെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അത് വളരെയധികം കൂടുതലാണ്. ഈ ഇന്ത്യൻ ഓഷനിലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവാപ്പറൈസേഷൻ കൂടുകയും അതായത് ബാഷ്പീകരണം കൂടുതൽ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇനി അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ തന്നെ വായു വികസനം ഉണ്ടാകുന്നതുകൊണ്ട് 6% അധിക നീരാവിയെ സംഭരിക്കാൻ അന്തരീക്ഷത്തിന് കഴിവുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഏകദേശം 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വാഭാവികമായും ആ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 മുതൽ 25% വരെ അധിക നീരാവിയെ സംഭരിക്കാനുള്ള കഴിവ് അന്തരീക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ നീരാവി സമുദ്രത്തിൽ നിന്ന് എത്തുകയും ആ നീരാവിയെ അതുപോലെ സംഭരിക്കുകയും ചെയ്യുന്നത് വലിയ മേഘപാളികൾ രൂപം കൊള്ളാനും കണ്ടൻസേഷൻ ഉണ്ടാകും. അത് വലിയ മേഘവിസ്ഫോടനങ്ങളായിട്ട് സംഭവിക്കാനുള്ള സാധ്യതയാണ് പഠനങ്ങൾ പറയുന്നത്. മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വളരെ വലിയ ഒരു അപകടസ്ഥിതിയാണ്. മേഘവിസ്ഫോടനങ്ങളിലൂടെ വളരെ അധികം ജലം വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിക്കും. സാധാരണ ഒരു മഴയിൽ നിന്നുണ്ടാകുന്നതിന്റെ 10 മടങ്ങ് ജലമായിരിക്കും ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതും വളരെ വേഗത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇത് വലിയ പെട്ടെന്നുള്ള പ്രളയങ്ങൾക്ക്, ഉരുൾപൊട്ടല്, മണ്ണിടിച്ചില് മുതലായ വലിയ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ മൂന്നാമത്തെ കാരണമായി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ കൂടി രൂപപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും മറുഭാഗത്ത് അറബിക്കടലുമാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ചുഴലിക്കാറ്റിനും വലിയ ശക്തമായ മഴയ്ക്കും കാരണമാകാറുണ്ട്. മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്നും വാതകങ്ങൾ മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് സാധാരണമാണ്. സ്വാഭാവികമായും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അറബിക്കടലിൽ നിന്നും ചൂടേറിയ നീരാവി വാതകങ്ങൾ
ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാറുണ്ട്. ഇത് കൃത്യമായി കേരളത്തിന്റെ മുകളിൽ എത്തുമ്പോൾ നമ്മുടെ അനുഗ്രഹമായ പശ്ചിമഘട്ടത്തിൽ തട്ടി നിൽക്കുകയും അവിടെ വെച്ച് കണ്ടൻസേഷൻ ഉണ്ടായി വളരെ വലിയ മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് തന്നെയാണ് 2018 നമുക്ക് സംഭവിച്ചത്. കേരളത്തിൽ ഒരു വർഷം ശരാശരി ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 1700 സെൻറ്റിമീറ്ററാണ്. എന്നാൽ 2018 ഏകദേശം 40% വർദ്ധിച്ച് 2350 സെൻറ്റിമീറ്റർ മഴ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഒരു വർഷം പെയ്ത മഴയല്ല വെള്ളപ്പൊക്കത്തിൻ്റെ അടിസ്ഥാനം. വളരെ ശക്തമായ മഴ വളരെ അധികം നേരം നിന്ന് പെയ്യുകയും അതുപോലെ തന്നെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വെള്ളപ്പൊക്കത്തിൽ കലാശിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ലാനിനയും അന്തരീക്ഷ ഊഷ്മാവിലെ ഉയർച്ചയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ഇത് മൂന്നും കൂടിയായിരിക്കും 2024 മൺസൂണിനെ കാത്തിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെയുടെ പഠനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടിയോളം മഴ ലഭിക്കുകയും അതായത് കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായ 1924 വെള്ളപ്പൊക്കത്തിന് സമാനമായ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് 2024 മൺസൂണിനെ കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നദികളിലും പുഴകളിലും മണ്ണും അഴുക്കും അടിഞ്ഞുകൂടി പഴയതിൻ്റെ പകുതി പോലും ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയാതായത് വെള്ളപ്പൊക്കത്തിൻ്റെ ആക്കം കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ 1-2 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്ര വലിയൊരു മഴ നമുക്ക് എന്താണ് കാണിച്ചു തരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്. എന്തായാലും നമ്മൾ വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ എടുക്കുക. കാലാവസ്ഥാ റിപ്പോർട്ടുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ മഴ കൂടുതലുള്ള സമയങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുക. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഞാൻ നൈസ് ജോർജ് സൈനിങ് ഓഫ്. താങ്ക് യു.